ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചെമ്മീനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവില്ലേ, എന്നും കഴിക്കാൻ കിട്ടിയ അത്രയും സന്തോഷം ഉള്ള ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്നും നമുക്ക് ചെമ്മീൻ മേടിച്ച് കറി വയ്ക്കാനോ ഫ്രൈ ചെയ്യാനോ പറ്റണമെന്നില്ല. അപ്പോൾ കുറച്ചധികം മേടിച്ചിട്ട് നമുക്ക് അച്ചാറിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് തോന്നുമ്പോഴൊക്കെ എടുത്ത് കഴിക്കാമല്ലോ. അപ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ആദ്യം പറയാം. 2 സ്പൂൺ മുളക് പൊടി, 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉലുവപ്പൊടി, ഉപ്പ്, ഇത്രയൊക്കെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് മസാല പുരട്ടി വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെമ്മീൻ ആദ്യം നല്ലതുപോലെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകി ഇട്ട് വയ്ക്കാം. അതിന് ശേഷം ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി വലിപ്പമുള്ള ചെമ്മീൻ, അതുകൊണ്ട് തന്നെ ഞാനൊന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇടുന്നത്. നാട്ടിലൊക്കെ ആണെങ്കിൽ ചെറിയതാണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യൊന്നും വേണ്ട. മാത്രമല്ല നാട്ടിലത്തെ ചെമ്മീൻ കുറേ കൂടി ടേസ്റ്റല്ലേ. ഇവിടെ ടേസ്റ്റാണ്, പക്ഷെ എന്നാലും ഇത്തിരി വലിപ്പമുള്ള കാരണം അത് ഇത്തിരി ടേസ്റ്റ് കുറവാണ് നാട്ടിലത്തെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ഇവിടത്തെയും കൊള്ളാം കേട്ടോ. അച്ചാറൊക്കെ വെക്കുമ്പോൾ തോല് കളയാനൊക്കെ എളുപ്പമാണ്. വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കളഞ്ഞാൽ പോലും നമുക്ക് അധികമായിട്ട് കിട്ടില്ല. നാട്ടിലൊക്കെ നമുക്ക് തോലൊക്കെ കളഞ്ഞ് വരുമ്പോൾ അത്രയും ഉണ്ടാവില്ല, അപ്പോൾ കുറേ മേടിക്കണം. അപ്പോൾ മേടിക്കണത് മാത്രമല്ല, അത്രയും ടൈമും ക്ലീൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടല്ലേ കുറേ ആകുമ്പോൾ. അപ്പോൾ ഇത് നല്ലതുപോലെ മസാലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേശ്ശെ മസാല ഇട്ട് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് കുറച്ചുകൂടി മിക്സ് ചെയ്യുക. അങ്ങനെയാണ്, എല്ലാം കൂടിയിട്ട് ആദ്യം ഇടുന്നില്ല, നോക്കിയിട്ട് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. കുറച്ച് നേരം വെക്കണം, എന്നാലാണ് അതിൻ്റെ മുളകൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് വരിക. അതിന് ശേഷം ഞാനിവിടെ വറുത്തെടുക്കുകയാണ് കേട്ടോ. അതിന് ഒരു ഇരുമ്പ് ചീഞ്ചട്ടി വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് അത് കറക്റ്റായിട്ട് ഒട്ടിപ്പിടിക്കാണ്ടും ഒക്കെ കിട്ടുക. അപ്പോൾ ഞാനിവിടെ വെച്ചിട്ട് ബാച്ചായിട്ടാണ് വറുത്തെടുക്കുന്നത്. എല്ലാം കൂടി ഒന്നിച്ചിടുന്നില്ല, അപ്പോൾ അത് ഒട്ടിപ്പിടിക്കാനും പിന്നെ എല്ലായിടത്തേക്കും പ്രോപ്പറായിട്ട് ആവില്ല. ചിലത് മാത്രം അടിയിലേക്ക് തട്ടുന്ന ഭാഗം മാത്രം ഓവറായിട്ട് കുക്കായിട്ട് ഭയങ്കര ഡ്രൈ ആയി പോകും, അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തിരി സമയം എടുത്തിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റേതായ ടേസ്റ്റും ഒക്കെ കൂടും. അപ്പോൾ അതിന് ശേഷം ഞാനൊന്ന് നോക്കുന്നുണ്ട്, അപ്പുറത്തായോ ഇപ്പുറത്തായോ എന്നൊക്കെ. അങ്ങനെയൊക്കെ നോക്കാം, അതല്ലെങ്കിൽ ആ ഭാഗം അറിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ലതുപോലെ ആവുന്നുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഞാനിത് ഒരൊറ്റ ബാച്ച് വർക്ക് എന്താ കാണിക്കുന്നത് കേട്ടോ, ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ. ഇപ്പോൾ ആവശ്യത്തിന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഓവറായിട്ട് അങ്ങോട്ട് ആവണ്ട, പക്ഷേ ഒരു 90% ആവും വേണം, അങ്ങനെയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാം കോരി മാറ്റുകയാണ്. കോരി മാറ്റുമ്പോൾ ശ്രദ്ധിക്കുക, അടിയിലുള്ള ആ ഒരു ഫ്രൈ ചെയ്തിട്ടുള്ള പൊടി ഉണ്ടാവില്ലേ, അതും കൂടി ഒന്ന് കോരി മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ അടുത്ത ബാച്ചിടുമ്പോൾ അത് ഓവറായിട്ട് ഫ്രൈ ആയി പോവും. നമ്മളപ്പോൾ അച്ചാറിടുമ്പോൾ അതൊക്കെ എടുക്കുമ്പോൾ ആ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ ഫസ്റ്റ് ബാച്ച് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചെമ്മീൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അടുത്തുനിന്ന് മാറ്റിക്കോട്ടെ. അച്ചാർ വെക്കേണ്ട സമയമാകുമ്പോഴേക്കും വറുത്ത പീസുകളൊക്കെ തീർന്നിട്ടുണ്ടാവും. ഇവിടെ മോൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിച്ച് തുടങ്ങിയിരുന്നു ഇപ്പോഴേ. അപ്പോൾ ഞാനതൊന്ന് പറഞ്ഞു മാറ്റുകയാണ് ചെയ്തത്. ഇവിടെ എല്ലാവർക്കും ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അടുത്ത ബാച്ച് ഇട്ടു കേട്ടോ. ഞാൻ മിക്സ് ചെയ്യുമ്പോൾ അങ്ങനെ വെള്ളമൊന്നും ചേർത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടല്ലോ, ആദ്യം കുറച്ച് മിക്സ് ചെയ്ത് അതിന് ശേഷം അതിലേക്ക് മിക്സ് ചെയ്ത് അങ്ങനെ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ, നമ്മൾ കഴുകി അപ്പം തന്നെ ഇടുകയല്ലേ ചെയ്തത്. അത്ര നേരം വാർത്ത് വയ്ക്കുകയോ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ചേർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്തില്ല. അതല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ടൊക്കെ ആണെങ്കിൽ ഇതിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം ഒക്കെ ആയിട്ട് ഇത്തിരി ഇതിലേക്ക് ഇടുമ്പോഴേക്കും പൊട്ടിത്തെറിക്കലും അങ്ങനെയൊക്കെ ആയിപ്പോവും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വീട്ടിൽ ചെമ്മീൻ ഫ്രൈ ചെയ്യണവർക്കറിയാമല്ലോ. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ നമ്മുടെ മെയിൻ പണിയായ അച്ചാർ പണിയിലേക്ക് വരാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എണ്ണ ഒഴിക്കുകയാണ്. ഇവിടെ ഞാൻ അച്ചാറൊക്കെ ഇടുന്ന സീസൈം ഓയിലില്ലേ, അതാണ് ഒഴിച്ചത്. ഇപ്പോൾ കുറച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ആയാലും യൂസ് ചെയ്യാം കേട്ടോ, പെട്ടെന്ന് തന്നെ തീരുമല്ലോ.
അതല്ല കുറച്ച് നാൾ വെക്കുകയാണ് എങ്കിൽ ഏറ്റവും നല്ലത് ഈ ഒരു ഓയിലാണ്. വെച്ചാൽ ഏറ്റവും കേടാവാതിരിക്കാനുള്ള ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത് ഈ ഒരു ഓയിലിൽ വെക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിത് കടുക് ഇട്ടു, അതിന് ശേഷം വറ്റൽമുളക് ഇട്ടു, അതിന് ശേഷം പച്ചമുളക് ഇട്ടു. ഇനി ഞാനിവിടെ ഒരല്പം ഇഞ്ചി ഇടുന്നുണ്ട് കേട്ടോ. വെച്ചാൽ ഇഞ്ചിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഇഞ്ചി ഇടണമെന്നില്ല. ഇനി ഞാനിവിടെ കുറച്ച് വെള്ളുള്ളി ഇടുന്നുണ്ട്, അതെന്തായാലും ഇടണം കേട്ടോ, അതാണ് പ്രത്യേക ഒരു രുചി തരുന്നത്. ഇത് ഇഷ്ടം പോലെ ഇടാം, ഞാനിവിടെ വലിയ വെള്ളുള്ളിയാണ് ഇവിടെ, അതുകൊണ്ട് തന്നെ 2-3 സ്ലൈസായിട്ട് ആക്കിയതിന് ശേഷമാണ് ഇടുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവറുമാണ്, പിന്നെ ഇതിൻ്റെ ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ ഇതിലിത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ഉലുവപ്പൊടിയാണ് കേട്ടോ ഇടുന്നത്. നമുക്ക് ചെമ്മീൻ്റെ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് എരിവ് ഇതിലിട്ടാൽ മതി. ഇത് അങ്ങനെ നല്ലതുപോലെ ആക്കി കൊടുക്കുക. നമുക്ക് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ വിനീഗർ ഒഴിച്ച് കൊടുക്കുകയാണ്. 1/2 ഗ്ലാസോളം വിനീഗറാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് ചെമ്മീനയിൽ ചേർത്ത് കൊടുത്താൽ വിനീഗർ മുകളിൽ നിൽക്കുന്ന തരത്തിൽ കൊടുക്കണം. കാര്യം അതിലിരുന്നിട്ട് വറ്റി വരും, അതാണ് അതിൻ്റെ ഒരു കണക്ക്. പിന്നെ എപ്പോഴും ഓർക്കുക, വിനീഗർ ചേർത്ത് കൊടുക്കുമ്പോൾ അതൊന്ന് തിളപ്പിച്ചൊന്ന് ആറിയതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതല്ലെങ്കിൽ ഇതുപോലെ എണ്ണയിലേക്ക് ഡയറക്റ്റ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളയൊക്കെ വന്ന ആ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ പെട്ടെന്ന് കേടുവരും. ഇപ്പോൾ തിളയൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ വറുത്ത ചെമ്മീൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ചേർത്തതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് സെറ്റാക്കാവുന്നതാണ്. അങ്ങനെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക. ഈ ഉപ്പും വിനീഗറിൻ്റെ പുളിയും ഒക്കെ ഇതിലേക്ക് ഇറങ്ങണം, അപ്പോഴാണ് അതിൻ്റെ ഒരു രുചി വരിക. ഇനി ഇതിൽ കിടന്ന് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒന്ന് തിളപ്പിക്കുക, നല്ലതുപോലെ ഒന്ന് മൂടി വെച്ചതിന് ശേഷം എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ഇറങ്ങിയിട്ട് നല്ല കറക്റ്റായി സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. താങ്ക് യു.